ഫലസ്തീൻ എംബസി തുറക്കാൻ ഉത്തരവിട്ട് കൊളംബിയൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അതായത് ഗുസ്താവോ പെട്രോ ഈ റാമല്ലയിലാണ് നയതന്ത്ര കാര്യാലയം തുറക്കുമെന്ന് വിദേശകാര്യമന്ത്രി ലൂയിസ് ഗിൽബോട്ടോ മുറില്ലെ അറിയിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം കൊളംബിയൻ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തിയതൊക്കെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. കാരണം അവിടെ വീണ കനലാണ് പിന്നീട് പല രാജ്യങ്ങളും കത്തിയതും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഈ ഒരു പറയുന്ന രീതിയിലുള്ള സമരങ്ങളും ഒക്കെ നടന്നത്, ഈ ക്യാമ്പുകളൊക്കെ നടന്നത്, പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷമൊക്കെ നടന്നത് ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും നോർവേയും അയർലൻഡും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൊളംബിയയുടെ ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത്. ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തുടക്കം മുതൽ രൂക്ഷമായ ഭാഷയിൽ എതിർക്കുന്ന രാജ്യമാണ് കൊളംബിയ എന്ന് പറയുന്നത്. അതായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം. ഗസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തെൽ അവീവിൽ നിന്ന് കൊളംബിയയിൽ അംബാസിഡറെ മെയ് ആദ്യ ദിനത്തിൽ ഗുസ്താവോ പെട്രോ തിരിച്ചു വിളിച്ചിരുന്നു. ഇനി മെയ് 3 എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നാലെയാണ് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും കൊളംബിയ ചെയ്തത്. UN രക്ഷാസമിതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴാണ് ഫലസ്തീൻ എംബസി തുറക്കുമെന്നുകൂടി കൊളംബിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നെതന്യാഹുവിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലാണ് എംബസി തുറക്കാനിരിക്കുന്ന റാമല്ല സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ അതോറിറ്റി ഭരണകൂടത്തിന്റെ ഭരണ തലസ്ഥാനം കൂടിയാണ് ഇവിടെ എന്നത് പറയുന്നത്. കാര്യാലയം തുറക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കൊളംബിയ വിദേശകാര്യ മന്ത്രി മുറില്ലെ അറിയിച്ചിട്ടുണ്ട്. ഈ UN-ൽ ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്രം അംഗീകാരം നൽകാനുള്ള നീക്കത്തെ കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നതും. നീക്കത്തിന് കൊളംബോ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. 2022 കൊളംബിയൻ പ്രസിഡന്റായി ഇടതുപക്ഷ നേതാവായ ഗുസ്താവോ പെട്രോ അധികാരത്തിൽ എത്തുന്നത്. ഇസ്രായേലിന്റെ വംശഹത്യാ പദ്ധതികളുടെ രൂക്ഷ വിമർശകൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന കൊളംബിയയുടെ നടപടിയെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെയാണ് ഇസ്രായേലിനെ നേരിട്ടിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായിരുന്നു ആദ്യത്തെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയിരുന്നത്. ഈ പെട്രോയെ സെമിറ്റിക് വിരുദ്ധനാണെന്ന് അധിക്ഷേപിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഒക്കെ വന്നിരുന്നു. അതായത് കാറ്റ്സ് ഒക്കെ വന്നിരുന്നു ഇദ്ദേഹം പറയുന്നതിനെ പറ്റി. എന്നാൽ ഇത്തരം നടപടി ഹമാസിനോടുള്ള പാരിതോഷികമാണെന്നും ആക്ഷേപ സ്വരത്തിൽ കാസ് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കൊളംബിയയിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിർത്തുകയാണെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യമായിരുന്നു നടന്നത്. ഈ ജൂതരെ കുറിച്ച് സംസാരിച്ചതിന് സമാനമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻസ് സംസാരിച്ചത് എന്നാണ് പെട്രോ തിരിച്ചു പറഞ്ഞിരുന്നത്. ഈ പരാമർശത്തിന് തിരിച്ചടിയായിരുന്നു കയറ്റുമതി നിർത്തലാക്കിയത്. പിന്നീട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ നൽകിയ വംശഹത്യാ കുറ്റക്കേസിനെ പിന്തുണച്ചും പെട്രോ രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ ഇസ്രായേലിനുള്ള കടുപ്പ് കൂടി എന്ന് വേണം പറയാൻ. ഈ കൊളംബിയയും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ഗസയിൽ ഫലസ്തീനുകൾക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കൊളംബിയൻ സർക്കാർ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയതും. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയായിരുന്നു. ഈ കൊളംബിയയ്ക്ക് പുറമെ നോക്കുകയാണെങ്കിൽ ബൊളീവിയ, ചിലി, ഹോറുണ്ടാസ് എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു. ഇതും നെതന്യാഹുവിനൊരു തിരിച്ചടിയായിരുന്നു. ഈ തെൽ അവീവിൽ നിന്ന് സ്ഥാനാധിപതികളെ തിരിച്ചു വിളിച്ചായിരുന്നു ഗസ നരഹത്യയിൽ രാജ്യങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നത്. ഈ മെയ് 10 UN-ൽ ഫലസ്തീന്റെ പൂർണ്ണാംഗത്വത്തെ പൊതുസഭ ബഹുഭൂരിപക്ഷം പിന്തുണയോടെ പിന്താങ്ങുകയും ചെയ്തിരുന്നു. ഈ രക്ഷാസമിതിയോട് വിഷയം അനുഭവപൂർവ്വം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സ്പെയിൻ, നോർവേ, അയർലൻഡ് പ്രധാനമന്ത്രിമാർ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് അവർക്കൊരു ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയിരുന്നത്. ഈ ഇസ്രായേലിന്റെ പ്രതിഷേധവും ഭീഷണിയും എല്ലാം അവഗണിച്ചായിരുന്നു നടപടി എന്ന് പറയുന്നത്. അതായത് ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല, എല്ലാം തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ വെല്ലുവിളികൾക്കിടയിലാണ് ഈ ഒരു അംഗീകാരം ഫലസ്തീന് കിട്ടിയതും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലാണ് ഏക മാർഗമെന്നാണ് ഇതിന് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ അയർലൻഡ് പ്രധാനമന്ത്രിമാരും എല്ലാവരും ഇത് തന്നെയാണ്. ഈ 3 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ 3 പേരും ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കൊളംബിയ ഈ ഒരു കാര്യം നടത്തിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഓരോന്നോരോന്ന് ഫലസ്തീൻ അനുകൂലമായി നടപ്പിലാക്കി വരുമ്പോൾ ഒരു ഭാഗത്ത് ചുരുങ്ങി പോകുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.